വെൽക്കം ടു എജുബി. നമ്മളൊരു 3-4 കൊല്ലമായിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസ് ചാനലിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ടേമാണ് ഇ ഡി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് കേരളത്തിലും ഇ ഡി റെയ്ഡ് നടന്നു, പല വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇ ഡി എന്ന് പറയുന്നത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് ജോലിക്ക് കയറാം? SSC CGL എക്സാം വഴിയാണ് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ ജോലിയിലേക്ക് കയറുന്നത്. നമുക്കറിയാം, കറൻ്റ്ലി ഇപ്പോൾ SSC CGL നോട്ടിഫിക്കേഷൻ വന്ന് റണ്ണിങ് ആണ്. 22-ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, അതിന് മുന്നേയായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പോസ്റ്റ് എന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. SSC എക്സാമുകളിൽ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ എന്നൊരു പോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വരുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, നമ്മൾ പറയുന്ന ഇ ഡി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ മിനിസ്ട്രിയിലെ അണ്ടറിൽ വരുന്ന ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ പോസ്റ്റ് എന്ന് പറയുന്നത്. SSC CGL എക്സാം വഴി നമുക്ക് എഴുതുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്, ഏറ്റവും കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് AEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പ്രോസസ്സ് നമുക്കറിയാം. SSCയുടെ CGL അണ്ടറിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനുള്ള എക്സാം നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. എനി ഡിഗ്രിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് CGL എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ. അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെയും വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. ഏജ് ലിമിറ്റ് നമുക്ക് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 18 to 30 years ആണ് വരുന്നത്. 18 മുതൽ 30 വരെയുള്ള ഒരു പ്രായപരിധിയാണ് നമുക്ക് ജനറൽ കാറ്റഗറിക്ക് പറയുന്നത്. OBCക്കും SC STക്കും നമുക്ക് എക്സ്ട്രാ ഇയേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ OBC നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തുള്ള റിലാക്സേഷൻ നമുക്ക് വരുന്നുണ്ട്. SC STക്ക് ഒരു 5 വർഷത്തെ റിലാക്സേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് എക്സാമുകൾ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു വെയിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇതൊരു ഗ്രൂപ്പ് ബി ഓഫീസ് പോസ്റ്റാണ്. ഓക്കെ, ഗ്രൂപ്പ് ബി ലെവൽ വരുന്ന ഓഫീസ് പോസ്റ്റാണ്. അതിനകത്തൊരു ഗ്രേഡ് പേ വരുന്നത് 4600 ആണ്. 4600 ആണ് ഗ്രേഡ് പേ വരുന്നത്. അത് നമുക്കൊരു ബേസിക് പേ ആയിട്ട് തന്നെ 40+ വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബേസ് പേ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ കുറേ അലവൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ നല്ല അലവൻസ് ഒക്കെ കിട്ടുന്ന ഒരു പോസ്റ്റും കൂടെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കയ്യിൽ തന്നെ നമുക്ക് സാലറി ആയിട്ട് ഒരു 80,000+ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കയ്യിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു വലിയൊരു പോസ്റ്റ് ആണെന്ന് പറയുന്നത് ഈ AEO എന്ന് പറയുന്ന പോസ്റ്റ്. അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അലവൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിയർനെസ് അലവൻസ് വരുന്നുണ്ട്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അലവൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് എന്ത് കിട്ടും, 80,000 നമുക്ക് എന്താണ് പ്ലസ് മണി നമുക്ക് സാലറി ആയിട്ട് നമുക്ക് ഇൻ ഹാൻഡ് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രൊഫൈൽ എന്താണെന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡെസ്ക് ടൈപ്പ് വർക്കും വരുന്നുണ്ട്, ഫീൽഡ് ടൈപ്പ് വർക്കും വരുന്നുണ്ട്. നമുക്ക് ഓഫീസ് വർക്കും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽഡിൽ നമ്മളിപ്പം എന്താ പറയുക റെയ്ഡ് കാര്യങ്ങളൊക്കെ പോലെ നടത്തുന്ന സമയത്ത് ആ ഒരു ഫീൽഡ് വർക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പ്രൈമറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു പോസ്റ്റിലോട്ട് നമ്മൾ കയറുമ്പോൾ വരുന്ന മെയിനായിട്ടുള്ള ഡ്യൂട്ടീസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈംസ്, മണി ലോണ്ടറിങ് പോലുള്ള അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ആ ഒരു ഏരിയയിലോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ താല്പര്യമുള്ള അങ്ങനെയുള്ള ഫോഴ്സിൽ തന്നെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് നമുക്ക് ജോലിയോട് ആഗ്രഹമുള്ളവർക്കൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു പോസ്റ്റ് വളരെ നല്ലൊരു പോസ്റ്റാണ് കേട്ടോ. പിന്നെ നിങ്ങൾ അങ്ങനെ അസിസ്റ്റിംഗ് സീനിയർ ഓഫീസേഴ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് തന്നെ ഏറ്റവും വലിയ സീനിയർ ഓഫീസേഴ്സിനൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്യുക, അവരുടെ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ കളക്ടിങ് ഇന്റലിജൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റെയ്ഡ് ആൻഡ് നമ്മൾ ഈ പറയുന്ന പോലെ റെയ്ഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അതിന് അങ്ങനത്തെ ആ ഒരു ഡ്യൂട്ടീസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ കോർട്ട് കേസസും ഡോക്യുമെന്റേഷനും റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്കൊരു ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വരുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു എന്താ പറയുക ട്രാൻസ്ഫർ പോളിസി നമുക്ക് വരുന്നത് ഓൾ ഇന്ത്യയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ വരുന്നത് ഒരു 3 to 5 years ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് ജോബ് കിട്ടുന്ന ഒരു 3 to 5 years നമ്മൾ അവിടെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതേ ട്രാൻസ്ഫേഴ്സ് വരുന്നത്. പിന്നെ പോസ്റ്റിംഗ് ലൊക്കേഷൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെട്രോ സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂർ ഇതുപോലത്തുള്ള സിറ്റീസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ അതർ സിറ്റീസ് ലൈക്ക് ലക്നൗ, പാട്ന, ജയ്പൂർ, അഹമ്മദാബാദ്, ചണ്ഡീഗഡ്, ഗോവ എക്സെട്ര ഇതുപോലുള്ള സിറ്റീസ് നമുക്ക് എന്താണ് നമുക്ക് പോസ്റ്റിംഗ് ലൊക്കേഷൻ നമുക്ക് ഇതിനെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, അസിസ്റ്റന്റ് മാറി അത് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി മാറുന്നത്. അതൊരു 3 to 4 years എന്താണ് എക്സ്പീരിയൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ട് നമ്മൾ മാറുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ആവാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ജോയിന്റ് ഡയറക്ടർ, ഏറ്റവും വലിയ പോസ്റ്റാണ് അതിനകത്തുള്ള ജോയിന്റ് ഡയറക്ടർ. ഈ ഒരു പോസ്റ്റ് വരെയൊക്കെ പോകും. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കയ്യിൽ
ഒരു എന്താ പറയുക, ഒരു 1 to 2 lakhs എമൗണ്ടിന് നമുക്ക് കയ്യിൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റൊക്കെയാണ്. വലിയ പോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്താണ് എത്താൻ പറ്റുന്നത്, ആ സീനിയോറിറ്റി നമുക്ക് എത്താൻ പറ്റുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഡയറക്ടർ വരെ പോസ്റ്റിൽ നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താ പറയുക പോസ്റ്റാണ് നമുക്ക് AU എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റും കൂടെയാണ്, CGL എക്സാംസ് എഴുതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റും കൂടെയാണ് AU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് ലേറ്റ് ആവരുത്. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയി, പലരും നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠിക്കാൻ നിൽക്കുന്നവരാണ്. അത്രയും സമയം നമുക്ക് എക്സാമിലോട്ട് പോകാനായിട്ടില്ല. അപ്പോൾ എജുവിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കായി നമ്മളൊരു ഫ്രീ ക്ലാസ് തരുന്നുണ്ട്. ഫ്രീ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ 1 മാസത്തേക്കാണ് നമ്മൾ ഫ്രീ ക്ലാസ് തരുന്നത്. അത് SSC CGL പ്രിപ്പറേഷന് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരുന്ന 50 രജിസ്ട്രേഷന് വേണ്ടി മാത്രമേ നമുക്ക് ഈ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 50 രജിസ്ട്രേഷന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, അതുപോലെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, മാക്സിമം നല്ലപോലെ പഠിച്ച് ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്താണ് ജോലിയിലേക്ക് കയറാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.